എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ബിലൗഡ് ആപ്പിലുള്ള ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ബിലൗഡ് നെറ്റ്വർക്ക് ലോഗിൻ ചെയ്യണമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ജസ്റ്റ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇതേപോലെ ബിലൗഡ് നെറ്റ്വർക്ക് കാണാം. ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കണം. ബി ക്യാപിറ്റൽ -L ക്യാപിറ്റൽ പിന്നെ ലവ് നെറ്റ്വർക്കിലെ N ക്യാപിറ്റൽ ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ലിങ്ക് വഴി പോകാം. ഓക്കെ, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം, അതായത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു സർഫേസാണ് കിട്ടുക ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇമെയിൽ ഇട്ട് കൊടുക്കുക. ബിലൗഡ് ആപ്പിൽ ഏതാണ് ഇമെയിൽ, സൈൻ ഇൻ കൊടുക്കുക. ഓക്കെ, സൈൻ ഇൻ കൊടുക്കുമ്പോൾ നമ്മുടെ കോഡ് വരും. കോഡ് വന്നതിന് ശേഷം നമ്മൾ നേരെ ഇമെയിലിൽ പോവുക. ഇമെയിലിൽ പോയിട്ട് ഒന്നുണ്ടാവും ഇമെയിൽ. യെസ്, 5:53. ചിലപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ചിലവരുടെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്, ചിലവരുടെ ഒരു ഇത്തിരി സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് നോക്കി യെസ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ നമ്പർ കോപ്പി ചെയ്യാം. ഓക്കെ, എല്ലാവരുടെയും വരുന്നുണ്ട്, ആരുടെയും വരാതിരിക്കണില്ല. ഇവിടെ വന്നിട്ട് ഇതിട്ട് കൊടുക്കുക, വെരിഫൈ കോഡ് കൊടുക്കുക. ഇത്രയുള്ള പണി. നമ്മുടെ ഇത് സാധനം തുറന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കോയിനാണ് കൊടുത്തത്, എത്ര സ്റ്റേക്കിങ്ങിൽ കൊടുത്തിട്ടുണ്ട്, എന്നാണ് കൊടുത്തത്, അതെല്ലാം ഇവിടെ അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ പോകാൻ കണ്ടില്ല, നിങ്ങളുടെ കാണാൻ പറ്റും ഇവിടെ. അപ്പോൾ എത്ര ലക്ഷമാണോ, 15 ലക്ഷമാണെങ്കിൽ 15 ലക്ഷം കാണാം. അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അവസാനം സ്റ്റേക്കിംഗ് ഉണ്ട്. സ്റ്റേക്കിങ്ങിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എത്രയാണ് സ്റ്റേക്കിംഗ്, എന്നാണ് കൊടുത്തത്, അതൊക്കെ ഇവിടെ കറക്റ്റായിട്ടുണ്ടാവും. ഓക്കെ, ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇത് ചെയ്യുക.